ഫ്രാൻസിസ് പാപ്പ തൻ്റെ പൗരോഹിത്യ ജീവിതത്തിലും മെത്രാനെടുത്ത ശുശ്രൂഷയിലും സുവിശേഷത്തിൽ അടിസ്ഥാനം ഇട്ടുകൊണ്ടുള്ള ചിന്തകളും പ്രവൃത്തികളും തൻ്റെ ജീവിതത്തിലും നടപ്പിൽ വരുത്തിയവനാണ്. അദ്ദേഹത്തിന് സ്വന്തമായിട്ടുള്ള ഒരു ക്രൈസ്തവ ദർശനമുണ്ട്. അത് പൊതുവേയുള്ള ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയതും എന്നാൽ തൻ്റേതായ കഴിവുകളും തനിക്ക് ദൈവത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള വരങ്ങളും ദാനങ്ങളുമെല്ലാം പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം അത് നിർവഹിച്ചത്. ആ ഒരു സവിശേഷത ഈ ആധുനിക കാലഘട്ടത്തിന് ചേരുന്ന രീതിയിൽ സ്വന്തമായ പ്രത്യേകതകളോടുകൂടി അദ്ദേഹം ജീവിച്ചു, മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തി. ആ സാക്ഷ്യപ്പെടുത്തലിൻ്റെ രത്നച്ചുരുക്കമായിട്ട് ഒരു വാക്കിൽ നമുക്ക് പറയാം കാരുണ്യം, മെഴ്സി എന്ന വാക്കാണ് അദ്ദേഹം കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത്. ദൈനംദിന ജീവിതത്തിലും നമ്മുടെ സ്വന്തമായിട്ടുള്ള ജീവിതത്തിലും സഭാ ജീവിതത്തിലും സമൂഹ ജീവിതത്തിലും ഈ ഒരാഭിമുഖ്യം നമ്മുടെ എല്ലാ വാക്കുകളിലും പ്രവർത്തികളിലും ഉണ്ടായിരിക്കണമെന്ന് പാപ്പ പറഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹം തുടങ്ങിയ വർഷങ്ങളിൽ പറയുമായിരുന്നു, ദ ചർച്ച് ഈസ് പുവർ ആൻഡ് ഇറ്റ് ഈസ് ഫോർ ദ പുവർ. സഭ ദരിദ്രയാണ്, സഭ പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ്. തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ തന്നെ സാവോ പൗളോയിലെ കർദിനാൾ ഹ്യൂഗസ് അദ്ദേഹത്തോട് പറഞ്ഞു, പാവങ്ങളെ മറക്കരുതെന്ന്. അദ്ദേഹം എടുത്ത പേര് തന്നെ ഫ്രാൻസിസ് അസീസിയുടേതാണ്. ദാരിദ്ര്യത്തിൻ്റെ ആൾരൂപമായ ഫ്രാൻസിസ് അസീസി സമർപ്പിത ജീവിതത്തിൽ തൻ്റെ ദാരിദ്ര്യവും അനുസരണവും അതുപോലെ തന്നെ ബ്രഹ്മചര്യവും എല്ലാം ശക്തമായി പാലിച്ചിരുന്ന ഒരു സന്യാസി. പ്രകൃതിയെ സ്നേഹിച്ചവൻ, പ്രകൃതി ഗായകൻ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളെയും സഹോദരീ സഹോദരന്മാരായിട്ടാണ് അദ്ദേഹം കണ്ടിരുന്നത്. സൂര്യൻ സഹോദരൻ, ചന്ദ്രൻ സഹോദരി, കഴുത സഹോദരി, കുതിര സഹോദരൻ, ഇങ്ങനെയെല്ലാം അങ്ങ് വിളിച്ചിരുന്നു. അതുപോലെ ഈ പ്രകൃതി വസ്തുക്കളോടുള്ള ഈ അടുപ്പം ഈ പാപ്പായിൽ നമുക്ക് കാണാം. ഏതായാലും ഒരു വിശ്വസാഹോദര്യത്തിൻ്റെ ഉടമയായിരുന്നു പാപ്പ. ഒരുപക്ഷെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കാരുണ്യത്തിൻ്റെ പാപ്പ എന്നായിരിക്കാം ചരിത്രത്തിൽ അദ്ദേഹം അറിയപ്പെട്ടത്. ദ പോപ്പ് ഓഫ് മേഴ്സി. പാവപ്പെട്ടവരോടും പാർശ്വവൽക്കരിക്കപ്പെടുന്നവരോടും പീഡിപ്പിക്കപ്പെടുന്നവരോടും അഭയാർത്ഥികളോടും അഗതികളോടുമൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ആ സ്നേഹവും സാമീപ്യവും ഒന്ന് പ്രത്യേകമാണ്. ആദ്യം ചാർജ് എടുത്ത വർഷങ്ങളിൽ ഒരിക്കൽ നടുപാതിരായിക്ക് ആ വത്തിക്കാനിലെ പാതയോരങ്ങളിൽ ഉറങ്ങുന്നവർക്ക് വേണ്ടി കമ്പിളിപ്പതിപ്പ് വിതരണം ചെയ്യാനായിട്ട് അദ്ദേഹം ഒരു മുൻസിഞ്ഞോറുമായിട്ട് പോയത് പത്രത്തിൽ വന്ന സംഭവമാണ്. പാവങ്ങളെ എപ്പോഴും കൂട്ടത്തിൽ നിർത്തിയിരുന്നവനാണ് പാപ്പ. പറയുകയല്ല, പറയുന്നത് പ്രാവർത്തികമാക്കുകയും ചെയ്തിരുന്നു അദ്ദേഹം. റോഹിംഗ്യ അഭയാർത്ഥികൾ മ്യാൻമറിൽ നിന്ന് ബംഗ്ലാദേശിലെത്തിയപ്പോൾ അവരെ സഹായിക്കാൻ വേണ്ടി മറ്റുള്ളവരിൽ നിന്നും പണം സമാഹരിച്ച് അദ്ദേഹം കൊടുത്ത കാര്യം അന്നത്തെ അവിടുത്തെ നൻഷ്യോ ആയിരുന്ന ബഹുമാനപ്പെട്ട ജോർജ് കോച്ചേരി പിതാവിൽ നിന്ന് ഞാൻ നേരിട്ട് കേട്ടിട്ടുള്ളതാണ്. ഇപ്പോഴും അത് തുടരുന്നുണ്ടായിരുന്നു. അപ്പോൾ എവിടെയും എത്തി മനുഷ്യരോടുകൂടി ആയിരിക്കുക, പാവപ്പെട്ടവർക്കും മറ്റു രീതിയിൽ ഓരോ രീതിയിൽ ദുഃഖങ്ങളിലായിരിക്കുന്നവരെയും ആശ്വസിപ്പിക്കുക പാപ്പായുടെ ഒരു പ്രകൃതമായിരുന്നു. തീർച്ചയായും. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണ്, സഭയിൽ എല്ലാവരും ഒന്നിച്ച് നടക്കണം, ആരും മാറി നിൽക്കാൻ പാടില്ല. എല്ലാവരും ഒന്നിച്ച് നടക്കുമ്പോൾ ക്രിസ്തുവാണ് നമ്മുടെ കൂട്ടുകാരൻ എന്ന് അദ്ദേഹം പറയുമായിരുന്നു. അതിന് അദ്ദേഹം നല്ല സമറിയാക്കാരൻ്റെ ഉപമ, എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കഥ, ഇതെല്ലാം അദ്ദേഹം എടുത്തുദ്ധരിക്കുമായിരുന്നു. അങ്ങനെയുള്ള ഒരു ജനസമ്പർക്കത്തിൻ്റെയും പാവങ്ങളോടുള്ള പ്രത്യേകമായ സ്നേഹത്തിൻ്റെയും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി തൻ്റെ ദൈവത്തെ ഒഴിഞ്ഞു വയ്ക്കുന്ന ഒരു മാതൃകയുടെയും പ്രതീകമാണ് ഫ്രാൻസിസ് പാപ്പ എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തോട് ഇടപഴകിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയവിശാലത പലരും കാണിക്കാത്ത ധൈര്യം കാണിച്ചിട്ടുണ്ട്. അദ്ദേഹം വത്തിക്കാനിലേക്ക് ട്രാൻസ്ജെൻഡേഴ്സിനെ വിളിച്ച് അവരുടെ കൈമുത്തി കണ്ണീരണിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം സുഡാനിൽ വലിയ സിവിൽ വാർ നടക്കുന്ന സമയത്ത് അവിടുത്തെ നേതാക്കളുടെ കാലിൽ വീണ് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, സമാധാനത്തിന് വേണ്ടി യാചിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഈ മതപരമായ അല്ലെങ്കിൽ ആചാരപരമായ പ്രവൃത്തികൾക്കപ്പുറത്ത് ലോക സമാധാനത്തിന് വേണ്ടി, അതുപോലെ തന്നെ അഭയാർത്ഥികൾക്ക് വേണ്ടി, കുടിയേറ്റക്കാർക്ക് വേണ്ടി
എവിടെയൊക്കെ അടിച്ചമർത്തപ്പെടുന്നവരുണ്ടോ അവർക്കെല്ലാം വേണ്ടി നിലകൊണ്ട അഭൂതപൂർവമായ ഒരു മാതൃക കൂടി കാണിച്ചിട്ടുണ്ട്. അതൊരു വലിയ വെളിച്ചം സഭയ്ക്ക് പകരുന്നുണ്ടോ? അതിന് തുടർച്ച ഉണ്ടാകുമോ? തീർച്ചയായിട്ടും തുടർച്ചയുണ്ടാവും. ഓരോ കാലത്തും നമുക്ക് ലഭിക്കുന്ന പാപ്പാമാരുടെ തുടർച്ചയാണ് പിന്നാലെ വരുന്ന പാപ്പാമാർ. ഒരു കാലഘട്ടത്തിന് യോജിച്ച ഊന്നലുകൾ ഒരു പാപ്പായുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. ഈ കാലഘട്ടത്തിന് ആവശ്യകമായിരിക്കുന്ന ഊന്നലുകളെന്ന് തൻ്റെ സ്വതസിദ്ധമായ കഴിവുകളുടെയും ദാനങ്ങളുടെയും അടിസ്ഥാനത്തിൽ പാപ്പ ഇങ്ങനെ ആയിരിക്കണമെന്ന് തീരുമാനിച്ചു. അത് വിജയിച്ചു എന്നുള്ളതാണ് വസ്തുത. ദർ വാസ് എ സെയിങ് ഇൻ റോം, പോപ്പ് ഫ്രാൻസിസ് ഈസ് അൺപ്രഡിക്റ്റബിൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പ്രവചനാതീതനാണ്. അദ്ദേഹം കാണിക്കുന്ന ഇപ്പോൾ സൂചിപ്പിക്കപ്പെട്ടതുപോലെയുള്ള അടയാളങ്ങൾ, ജീവിതത്തിലെ പ്രത്യേകമായിട്ടുള്ള ചില പ്രവർത്തന രീതികൾ അത് ജനങ്ങളെ ചിന്തിപ്പിക്കും. ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ഉടനടി അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ അദ്ദേഹം അതിന് വ്യാഖ്യാനം കൊടുക്കുകയും മറ്റുള്ളവരുടെ ചർച്ചകളിലൂടെ അത് വ്യക്തമാകുകയും ചെയ്യും. അതാണ് കാലിൽ വീണ് ക്ഷമ ചോദിക്കുന്നതും അതുപോലെ തന്നെ രോഗങ്ങളാലോ മറ്റു രീതിയിലോ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ചെന്ന് ആശ്ലേഷിച്ച് അവർക്ക് ചുംബനം കൊടുക്കുന്നതിലുമൊക്കെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത് വലിയ ഒരു ആന്തരിക ദർശനത്തിൻ്റെ പ്രായോഗികതയായിട്ട് നമുക്കതിനെ മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ സുവിശേഷത്തിൻ്റെ തനതായ രൂപവും ഭാവവും തൻ്റെ പാപ്പാ ശുശ്രൂഷയിലൂടെ ഈ ലോകത്തിൽ പ്രകാശിതമാക്കിയവനാണ് ഫ്രാൻസിസ് പാപ്പ. അതാണ് അദ്ദേഹത്തിൻ്റെ സവിശേഷത. ഒരുപക്ഷെ ചരിത്രത്തിൽ അദ്ദേഹം കാരുണ്യത്തിൻ്റെ പാപ്പ എന്നറിയപ്പെടുമായിരിക്കും. തീർച്ചയായും അദ്ദേഹത്തിന് നല്ല ദൈവശാസ്ത്രജ്ഞാനവും മാനവശാസ്ത്രങ്ങളിലുള്ള അറിവും ഉണ്ടായിരുന്നു. എന്നാൽ അത് ബുദ്ധി കൊണ്ട് അവതരിപ്പിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അതിൻ്റെ സന്ദേശങ്ങൾ നൽകുകയും മറ്റുള്ളവരെ ആശ്ലേഷിക്കുകയും ചെയ്യുന്ന ഒരു ശൈലി ഫ്രാൻസിസ് പാപ്പായ്ക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മുഖമുദ്ര. അത് തീർച്ചയായിട്ടും ലോകം സന്തോഷത്തോടെ കാണുന്നു. സഭാമക്കൾ മാത്രമല്ല, ലോകത്തിലുള്ള എല്ലാ ജനതകളും. തീർച്ചയായും.